ഞങ്ങളുടെ അടുത്ത യാത്ര സലീം അലി ട്രെയിനിലേക്കാണ്. അതായത് സലീം അലി പക്ഷി നിരീക്ഷണത്തിനായിട്ട് പോയിട്ടുള്ള പാതയായിരിക്കാം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. സുധാമ ഏതായാലും ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. സുധാമ വന്നിട്ട് സുധാമയോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, നമുക്ക് വണ്ടിക്ക് പോയെടുക്കായിരുന്നു. Red spare fowl, flame-throated bulbul, parakeet, lapwing, purple sunbird. ഈ സലീം അലി പക്ഷി നിരീക്ഷണത്തിന് പോയ വഴിയാണോ ഇത്? ഇതാണ് ഫസ്റ്റ് പോയ വഴി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ മുഴുവൻ കട്ടേക്കാട് സാഞ്ചുറി 25 സ്ക്വയർ കിലോമീറ്റർ ആണല്ലോ. അതിൻ്റെ ഓരോ മുക്കും മൂലയും കണ്ടുപിടിച്ച് 322 സ്പീഷ്യസ് ബേഡ്സിനെയും കണ്ടിട്ടാണ് ഡോക്ടർ സുഗതൻ സാറും സലീം അലി സാറിൻ്റെ കൂടി ആലോചിച്ചിട്ടാണ് ഇത് തന്നെ കട്ടേക്കാട് പക്ഷി സങ്കേതം നോക്കാൻ തീരുമാനിച്ചത്. ഇതുണ്ട് ഇവിടെ കണ്ട ഈ പക്ഷിയെ മാക്പി റൂബിൻ, മണ്ണാത്തിപ്പുള്ള്. ഈ പക്ഷിയെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചു. എനിക്ക് അത്ര വ്യക്തമായിട്ട് ക്യാമറയിൽ പകർത്താൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും മണ്ണാത്തിപ്പുള്ള്, മാക്പി റൂബിൻ. മലയണ്ണാനുണ്ടോ? ഉറങ്ങുമെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ ഉള്ളത് കാരണം നമ്മളിവിടെ ഏത് പക്ഷിയെ കണ്ടാലും അത് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ഈ ബോർഡുകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. ഏതെങ്കിലും ഒരു ബോർഡിൽ ആ പക്ഷിയുടെ പടം ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ള വിവരണവും. അതിരൂക്ഷമായ ആനശല്യമുള്ള മേഖലയാണെന്ന് നമ്മൾ ഈ ചുറ്റുപാട് കാണുമ്പോഴെല്ലാം മനസ്സിലാക്കാം. വൈദ്യുതവേലികൾ തലങ്ങും വിലങ്ങും വലിച്ചു കെട്ടിയിരിക്കുന്ന കാഴ്ചകളാണ്. നമ്മളെവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു മാപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കുറച്ച് നിർദ്ദേശങ്ങളാണ്, നമ്മളോട് പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ്. ഇവിടെ മാക്കാച്ചിക്കാട എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ടെന്നും അതിനെ തപ്പി ശ്രീകാന്ത് ഇവിടെ വന്നപ്പോൾ മുതൽ മാക്കാച്ചിക്കാട തപ്പി നടക്കുക. ഈ മാക്കാച്ചിക്കാടയുടെ പ്രത്യേകത എന്താ വേണം? മക്കാച്ചിക്കടയ്ക്കും പകല് ഇറങ്ങിയിരിക്കും, പകലിരുന്ന് ഉറങ്ങുന്നു. കട്ടേക്കാടിലെ ഹൈലൈറ്റ് ബേഡാണ് മാക്കാച്ചിക്കാട ആൻഡ് ബേവ്, ശ്രീലങ്കൻ ബേവ്, സിലോൺ ബേവിളിനെ കാണുവാണെങ്കിൽ സെയിം ലൈക്ക് എ ടൈഗർ. കാട്ടിൽ വെച്ചൊരു കടുവയെ കണ്ടു എന്ന് വിചാരിച്ചാൽ മതി, അത്ര സ്പെഷ്യലാണ്. അങ്ങനെ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് എനിക്ക്. അതെ അതെ. ഇവിടെ ഇങ്ങനെ തഴ ഇതല്ലേ പായ നെയ്യുന്ന തഴ? ഇതാണ് പായ നെയ്യുന്ന തഴ. ഇവിടെ ഒന്നും ആരും നോക്കില്ല, ഇവിടെ ആരും എടുക്കില്ല. ഇതൊക്കെ എന്തൊരു ഇതുകൊണ്ട് ഒരു വള്ളി കയറി പോയിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്ലാസ്റ്റിക് കേബിൾ എന്തോ ആണെന്ന് തോന്നുന്നു. അയ്യോ, ഇത് മുള്ളൊക്കെ ഉള്ള കേട്ടോ. കാട്ടിൽ നിന്നൊന്നും തൊടാനോ പറിക്കാനോ പാടില്ലെന്നാണ്. നമ്മളെന്തായാലും ഒരു വിളി വന്നിട്ടുണ്ട്. അവിടെ എന്തോ കാര്യമായിട്ടുള്ള കാഴ്ചയുണ്ടെന്ന് തോന്നുന്നു. മലമുഴക്കി വേഴാമ്പലായിരുന്നാൽ മതി. അതിന് എനിക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ്. ഇവിടെ ധാരാളം ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഇതും അത് തന്നെയാണ്, ജൂനിലാണ്. ഫീമെയിൽ പെണ്ണ്. എൻ്റെ ബാക്കിൽ നെസ്റ്റ് ഉണ്ട്, കണ്ടോ മരത്തേൽ. ഗ്രേ വീക്ക്. വേഴാമ്പൽ പിന്നെ കുറച്ച് നേരം സ്റ്റില്ലായിട്ട് ഇരിക്കുമല്ലേ? നമ്മൾ മുമ്പേ കണ്ട സാധനം ഇങ്ങനെ ഇരിക്കുകയല്ലേ? ഫീഡിങ് കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുള്ളൂ, അതിന് പറക്കില്ല, അവിടെ തന്നെ ഇരിക്കും. വാല് കണ്ടിട്ട് എന്നോർത്താൻ തിരിഞ്ഞിരുന്നു. ഫോട്ടോ എടുത്താണ്. വാ, പോസ് ചെയ്തു അല്ലേ?
എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഈ മഞ്ഞ. ഇത് ലേഡിയാ അല്ലേ? ലേഡി. ശരിക്കും പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അസാമാന്യമായ ക്ഷമ വേണം കേട്ടോ. വ്ളോഗിങ്ങും പക്ഷി നിരീക്ഷണവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും കൂടെ ചേർന്ന് പോകാൻ ഭയങ്കര പാടാണ്. മിണ്ടാതെ പതിയെ പമ്മി പമ്മി നടന്നാലേ പക്ഷികളെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പക്ഷിയല്ല അതിൻ്റെ വഴിക്ക് പോകും. ഇവിടെ വന്നിട്ട് എല്ലാ ട്രെയിനും പോകുന്നു. ഇവിടെ ഈ പ്ലെയിൻ ഇങ്ങനെ താന്നു പറക്കാൻ കാര്യം എന്താ? നെടുമ്പാശ്ശേരി അടുത്തായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ ഇവിടെ സിഗ്നൽ സ്റ്റേഷനുണ്ട്. സിഗ്നൽ സ്റ്റേഷൻ 1 കിലോമീറ്റർ അപ്പുറം. ശരിക്കും നമ്മൾ രാവിലെ ട്രെക്കിങ്ങിന് ഉൾക്കാട്ടിലേക്ക് പോയതിലും പക്ഷിയുടെ കാഴ്ചകൾ ഇവിടെയാണ്. ഈ സലിമലി ട്രയലിൽ ഒരുപാട് പക്ഷികളെ നമുക്ക്, വളരെ വ്യത്യസ്തങ്ങളായ പക്ഷികളെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഈ സലിമലി ട്രയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ എല്ലാം ഈ പാത്ത് ഈ സലിമലി ട്രയൽ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ പോകുന്ന പാത്തെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ശരിക്കും ബേർഡ് വാച്ചേഴ്സിന് നല്ലൊരു പൊൻകണി തന്നെയാണ് ഇവിടെ പ്രകൃതി ഒരുക്കുന്നത്. കാരണം അതുപോലെ പക്ഷികൾ ഇങ്ങനെ മരങ്ങളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരം പക്ഷികളെ ഒരുമിച്ച് കാണാൻ പറ്റുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മരത്തിൽ തന്നെ ഇരിക്കുന്ന പല പക്ഷികളും ഒന്നിനോട് വ്യത്യസ്തപ്പെട്ട് പല വർഗത്തിൽപ്പെട്ട പക്ഷികളാണ്. ശരിക്കും ഒറ്റയ്ക്ക് വന്ന് ഈ ട്രയലിനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ കണ്ണ് ചുറ്റിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളാണ്. ഇനി ഇതിലെയാണ് തിരിച്ചിറങ്ങി പോകേണ്ടതെന്ന് സുധാമ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കെന്തായാലും ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എതിലെയാണ് പിന്നെ പുറത്തേക്കുള്ള വഴിയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്വല്പം പാടുപെട്ടേക്കാം. നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം അധികം നിലനിർത്തുന്നില്ല. കാരണം ബോട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ വെള്ളം നിലനിർത്താത്തത്? മെയിൻ്റനൻസ് അല്ലേ? നല്ല വെയിലായതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബേഡ്സിനെ കാണാൻ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഈ തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടായ സമയത്ത് സുധാമ ഇവിടെ ഉണ്ടോ? കുറച്ച് കുട്ടികൾ സാക്ഷി, ഞാനല്ല എൻ്റെ സാക്ഷി. ആണോ? നമ്മുടെ ബൂത്തിലേക്കല്ല എല്ലാവരും കയറി വന്നു. ആ കൊച്ചു വിളിച്ചിട്ട് പോയത് ലിസി ടീച്ചർ വിളിച്ചത് അവിടെ നിന്ന്. അതുപോലെ അർജുൻ എന്ന് പറഞ്ഞ കൊച്ചു ലാസ്റ്റ് കോൾ അവിടെ നിന്ന്. ദുരന്തത്തിന്റെ ആ കറുത്ത മാർഗം ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ട് കിട്ടിയത് നമ്മുടെ ബൂത്തിലെ ഫോൺ കോളാണ്. തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിന്റെ ഏക ദൃക്സാക്ഷിയാണ് നമ്മുടെ. അതിന്റെ ഫുൾ സാന്നിധ്യം നമുക്ക് നമ്മുടെ കടയിലായിരുന്നു. അന്ന് ഞാൻ ഫുൾ ടൈം ആ ബൂത്തിലായിരുന്നു കാപ്പി. ദുരന്ത കാഴ്ചകളൊക്കെ നേരി കാണാൻ. ദുരന്ത കാഴ്ച ആദ്യം അന്ന് എല്ലാവർക്കും ഫോണില്ലല്ലോ. അപ്പം നമ്മുടെ ബൂത്തിലേക്ക് വിളിച്ചു പറയുന്നത് അങ്ങനെ ബോട്ട് അപകടം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എല്ലാവരും. ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നല്ലേ? ടെലിഫോൺ ബൂത്ത്. അന്ന് എല്ലാവരുടെ കയ്യിൽ മൊബൈലൊന്നും ഇല്ലല്ലോ. നമ്മുടെ ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷികളുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടും കിട്ടാൻ പാടുപെടുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ എടുത്തിട്ട് വരുമ്പോഴത്തേന് സൂം ചെയ്ത് വരുമ്പോൾ പക്ഷി പറന്നു പോകും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് ഗൈഡായ അമ്മ ഇവിടെ ഉണ്ട്.
ചേട്ടൻ അവിടെ സാഹസ്യമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കിട്ടുമോ ഏട്ടാ? വാണിംകോളം എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കണം. കിട്ടി. ഇത് തന്നെയാണ് ജൂനിയറാണ്. കിട്ടിയപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടി. ഇപ്പം നമ്മൾ സലീം അലി ട്രയലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ഒരു അഡ്വൈസ് തരാനുള്ളത്, തട്ടേക്കാട് സലീം അലി ട്രയൽ കാണാൻ എത്തുന്നവർക്കൊരു അഡ്വൈസ് തരാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഴി പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക. അല്ലെങ്കിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാനായിട്ട് സാധിക്കത്തില്ല. ഒന്നുകിൽ ഇവിടുന്ന് ഒരാളെ കൂട്ടി, ഒരു ഗൈഡിനെ ആരെങ്കിലും കൂട്ടി വരിക, അല്ലെങ്കിൽ പ്രത്യേകം വഴി നോട്ട് ചെയ്ത് വെച്ച് ദിശാബോധത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറുക. അല്ലെങ്കിൽ ആ പാടെ ചുറ്റിപ്പോവും. തിരക്കുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, ആളുകൾ ഒരുപാട്. ഇപ്പോഴൊക്കെ നിലവിലെ സാഹചര്യത്തിൽ അധികം ആളുകളൊന്നുമില്ല, തീർത്തും ആളുകളില്ല, ആരെയും കാണാനില്ല ഇതിനുള്ളിലൂടെ. അപ്പോൾ 250 കൊടുക്കണം. പിന്നെ എന്താ 250